മുത്തച്ഛൻ ബോൾ തരുന്നില്ല. കുറുമ്പൻ 1 year old baby. താങ്ക് യു മുത്തച്ഛ. ഹായ്, ഹലോ. നിങ്ങൾക്ക് വേറെ ജോലിയില്ല മനുഷ്യ. Come on. കുറേ നേരമായി അവര് നമ്മളെ ഫോളോ ചെയ്യുന്നു. ഓ സോറി 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 സോറി. മുത്തച്ഛ, ബോളിന്റെ കാറ്റ് പോയി മുത്തച്ഛ. ഓ, ഇത് മുത്തച്ഛൻ ശരിയാക്കി തരാം. ഈ കുട്ടിയുടെ ഒരു കാര്യം. ഓർമ്മയുണ്ടോ മോളമ്മയെ? അവൾ എത്ര സുന്ദരിയായിരുന്നല്ലേ. രതിലീലരാവുകൾ നീഞ്ഞു നടക്കുന്നോരോർമതൻ കരയറ്റ മോഹങ്ങളെ രതിലീലരാവുകൾ നീഞ്ഞു നടക്കുന്നോരോർമതൻ കരയറ്റ മോഹങ്ങളെ ചില്ലുകൾ തകരുന്ന രോമകൂപങ്ങളിൽ നേരിയൊരു ശ്വാസ നിഴലുറങ്ങി. രതിലീലരാവുകൾ നീഞ്ഞു നടക്കുന്നോരോർമതൻ കരയറ്റ മോഹങ്ങളെ
മനസ്സിൽ നിറയ്ക്കുമേ കാറ്റിനു നിന്നു രതിസുഗന്ധം. നിന്റെയോ താടനം പത്മതളങ്ങളിൽ ശോണിമളായ കനവു തേടി ഋതിലീലരാവുകൾ മേഞ്ഞു നടക്കുന്നോരോർമതൻ കരയറ്റ മോഹങ്ങളെ. അതെ, ഇന്നെങ്കിലും നേരത്തെ വരണേ ഏട്ടാ. ഭാഗ്യമുണ്ടെങ്കിലേ ഞാനൊരു സന്തോഷ വാർത്ത തരാം. എൻ്റെ സുന്ദരി കുട്ടി, ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ ഞാനിങ്ങെത്തും. Mr. Kumar, what is this? Don't you have any sense of date and time? Tomorrow is the last date of our tender submission. Don't you remember that? Where is the price bid? We have only 15 hours for the submission. Please come to my cabin with relevant documents. Right now. Useless fellow. ഒന്ന് വേഗം ഇറങ്ങി വാ അമ്മോ. അതാ വരുന്നു. ആ ആ ഔ ഭാഗ്യം, വിഷുവായിട്ട് ഇന്നെങ്കിലും എന്റെ കൂടെ ഇത്തിരി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞല്ലോ. ദേവരെ കണ്ടു തൊഴുത് ഇനി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. ഇതാരാ ഔസേപ്പച്ചനോ? ഭാഗ്യം, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു പുറത്തു പോയി കാണുമെന്ന്. സാർ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ എന്താ? നമ്മൾ കാത്തിരുന്ന് ഞാൻ പണച്ചാക്കില്ലേ, ആ മേനോൻ, അയാൾ ഇപ്പൊ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ആണോ? ഇപ്പൊ ചെന്ന കയ്യോടെ പൊക്കിയെടുക്കാം. ഈ കച്ചവടം വല്ലതും നടന്നു കിട്ടിയാൽ കോടികളാ കൈ വരുന്നത്. അച്ഛാ, അതെ, ഞാൻ അമ്മുമായിട്ടൊന്ന് അമ്പലത്തിൽ പോവാ. അമ്പലത്തിലൊക്കെ പിന്നെ ആണെങ്കിലും പോകാമല്ലോ. ആ പിന്നെ ഇതും കർത്താവായിട്ട് കൊണ്ടു തന്നൊരു മഹാഭാഗ്യവാ, മറക്കണ്ട. ഒരു സെക്കൻഡ് അമ്മൂട്ടി. അതെ, ഒന്നും പറയണ്ട, അമ്പലത്തിൽ പോയി വന്നിട്ട് മതി കോടികളെ. എന്റെ പൊന്ന അമ്മൂട്ടി, നീ ഒന്ന് മനസ്സിലാക്ക്. ഇങ്ങനെയുള്ള അസുലഭ മുഹൂർത്തങ്ങൾ നമുക്ക് വല്ലപ്പോഴേ വീണ് കിട്ടുകയുള്ളൂ. അതെ, നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോക്ക് മുടക്കണ്ട. ഞാനേ ബഷീർക്കയുടെ ടാക്സി വിളിക്കാം. വേണ്ട അച്ഛയമ്മ. കടിക്കല്ലേ, വിശക്കുന്നോ? അമ്മ ഇപ്പൊ പാപ്പം തരാട്ടോ. ഏട്ടാ റെഡിയായില്ലേ? വേഗം വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? ഇന്ന് ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും ഉള്ളേ. എന്തേ, ഇഷ്ടായോ? ഇത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളപ്പോ കൂടെ അല്പം മധുരം വേണം. വേണ്ട വേണ്ട. സാറേ,
സാറേ. എന്താടാ വർഗീസേ? ഒരു അത്യാവശ്യമുണ്ട്. ആ ബാ. ചക്കരേ മുത്തവിടെ. സാറല്ലേ ഇന്നലെ പതുപോലെ ഓഫീസിൽ നിന്ന് അവസാനം ഇറങ്ങിയത്? അതെ. ഓഫീസ് പൂട്ടാൻ മറന്നുല്ലേ? അയ്യോ, അവിടെ ആകെ പ്രശ്നം. MD കലിപ്പില്ല. സാറ് വരൂ. ഒരു കാര്യം ചെയ്യും, വർഗീസ് നേരത്തെ വിട്ടോ, ഞാനങ്ങ് വന്നേക്കാം. ഓ ശരി. അമ്മൂസേ, ഞാൻ ഇറങ്ങാണേ. അയ്യോ ഏട്ടാ പോവല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഏട്ടാ ഏട്ടാ മോളെ അമ്മു. ഇവിടെ ഇരിക്കായിരുന്നു മോളു. ഹായ് അച്ഛൻ. മോള് ഉറങ്ങിയില്ലേ ഇതുവരെ? അമ്മുകുട്ടി വേണ്ട, എന്നോടൊരു അക്ഷരം മിണ്ടണ്ട, ഞാൻ വല്ല കടുക്കുകയും ചെയ്തു. അമ്മൂട്ടി, ഞാൻ പറഞ്ഞതല്ലേ, ഇന്ന് ജപ്പാനിൽ നിന്ന് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. മീറ്റിംഗും കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ ജപ്പാൻകാരനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. നമ്മുടെ മോളുടെ പിറന്നാളാണെന്ന് പോലും നിങ്ങൾ ഓർത്തില്ലല്ലോ. നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ആ ജപ്പാൻകാരനല്ലേ. മീറ്റിംഗ് ഞാൻ മറന്നുപോയോ? അതെ, മറവി. എന്തിനും ഏതിനും നിങ്ങൾക്കൊരു മറവി. ഏത് ഗതികെട്ട നേരത്താണോ ഈശ്വര താലി കെട്ടാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് കഴുത്ത് നീട്ടി തരാൻ തോന്നിയത്. സോറി മോളെ, നമുക്ക് നാളെ ഉഗ്രനായിട്ട് പെരുന്നാൾ ആഘോഷിക്കാം. ആഘോഷിച്ചാ മതി നിങ്ങൾ. ഇതാ എനിക്കും മോൾക്കും നാളെ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ്. എന്ന് ഞങ്ങളെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നു അന്ന് വന്നാ മതി. വാ മോളെ. മുത്തച്ഛ 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 എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരും മുത്തച്ഛ. ഏയ് വേണ്ട വേണ്ട, അല്ലെങ്കിൽ തന്നെ ജലദോഷം. കുഴപ്പമില്ല, അവള് കൊച്ചുകുട്ടിയല്ലേ, ഒന്നും ഉണ്ടാവില്ല. ഹായ്, താങ്ക് യു മുത്തച്ഛ. എന്റെ 1 year old ബേബി. അച്ഛാ, അയ്യോ അച്ഛാ, എന്തെങ്കിലും പറ്റുമോ അച്ഛാ? ഒന്നുമില്ല, വാ എനിക്ക്. ഇങ്ങോട്ട് ഇരിക്കച്ച. ഒന്നുമില്ല കേട്ടോ. അവർക്കെന്തോ വലിയ ദുഃഖമുണ്ടെന്ന് തോന്നുന്നു.
ഭർത്താവ് മരിച്ച സ്ത്രീയായിരിക്കാം. പാവം, എനിക്ക് അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ തോന്നുന്നില്ല. മോളൊന്ന് പോയി സമാധാനിപ്പിക്ക്, ഞാൻ മോളുടെ അടുത്ത് കാണും. അമ്മേ, എന്തിനാ മോളെ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? അദ്ദേഹം ഒന്ന് വീണിട്ട് എനിക്കൊന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. കരയല്ലേ അമ്മ? ഡോക്ടർ പറഞ്ഞതല്ലേ അമ്മ, അൽഷിമേഴ്സിന്റെ ഈ ഘട്ടം ഇങ്ങനെയായിരിക്കുമെന്ന്. ഒരു പക്ഷേ അമ്മ ഇപ്പൊ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന അച്ഛൻ വയലന്റ് ആയേക്കാം. വല്ലപ്പോഴും വീണേക്കുന്ന ചില നല്ല നിമിഷങ്ങൾ, അതിനായി നമുക്ക് കാത്തിരിക്കാം. പ്രണയത്തിന്റെ കടലാളങ്ങളുടെ കുളിർമ തിരിച്ചറിയാതെ ഇല്ലാത്ത പവിഴങ്ങൾ തേടി അടിത്തട്ടിലെ അന്ധകാരത്തിൽ ഉഴറി നശ്വരമായ നിമിഷക്കുമിളകൾ നെറുകയിൽ ചൂടി തീരത്ത് തലതല്ലിക്കരഞ്ഞ് പിൻവാങ്ങുന്ന തിരകളെപ്പോലെ സ്നേഹം പങ്കുവയ്ക്കാൻ സമയമുള്ള കാലത്ത് ശ്രമിക്കണമെന്ന ആഗ്രഹമുള്ളപ്പോൾ അതിനു കഴിയാതെ വിസ്മൃതിയുടെ ശാന്ത സമുദ്രത്തിൽ ചിറകൊടിഞ്ഞു വീഴുന്ന ഞാനും നിങ്ങളുമടക്കമുള്ള മനുഷ്യകുലത്തിന് ഈ ചിന്തകൾ സമർപ്പിക്കുന്നു.